നല്ല മഴയുള്ള ദിവസം പെട്ടെന്ന് തുടങ്ങിയില്ല. അത് നമുക്ക് തുടങ്ങാം, കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് പതിവുപോലുള്ള തന്നെ വീഡിയോയ്ക്ക് വലിയ ക്വാളിറ്റിയൊന്നുമില്ല, പക്ഷേ നമ്മുടെ കണ്ടൻറ്റിന് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ ലോകം ഉണ്ടാക്കിയ പരമാത്മാവ് ആണിനെയും പെണ്ണിനെയും പടച്ചു. എന്നിട്ട് അവർ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണമെന്നതിനെക്കുറിച്ച് ഒരു ലൈഫ് എത്തിക്സ്, പൈസ ഉണ്ടാക്കൽ, പിന്നെ ലവ് ആൻഡ് റൊമാൻസ് എന്നീ 3 കാറ്റഗറിലായി 1,00,000 അധ്യായങ്ങളുള്ളൊരു റൂൾ ബുക്ക് ഉണ്ടാക്കി ഗൈസ്. അങ്ങനെ മനുഷ്യൻ്റെ, അതായത് ഒരു മനുഷ്യൻ്റെ ആയുസ് 100 വർഷമാണെങ്കിൽ തൻ്റെ ലൈഫിൽ ധർമ്മം, അധർമ്മം, കാമം എന്നിങ്ങനെ മറ്റൊന്നിന് പാരയാവാതെ കറക്റ്റ് ടൈമിൽ ബാലൻസ് ചെയ്ത് വേണം പോകാൻ. ചുരുക്കിയാൽ 0 to 18 ഫുൾ പഠിത്തം മാത്രം, 18 to 50 പൈസ ഉണ്ടാക്കുക, ലൈഫ് ആസ്വദിക്കുക, പ്രായമാകുമ്പോൾ സ്പിരിച്വൽ വൈബും ധർമ്മവും നോക്കി ജീവിക്കുക. അങ്ങനെയെങ്കിൽ റീബർത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടടിച്ച് നമുക്ക് മോക്ഷത്തിലേക്ക് ജമ്പടിക്കുക മച്ചാനെ. അങ്ങനെ അൾട്ടിമേറ്റ് ഫ്രീഡം സെറ്റാക്കുക എന്നാണ് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ലൈഫിന് ഗ്യാരണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോൾ ടൈം കിട്ടിയാലും ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഒന്നും മറക്കണ്ട ബ്രോ, പഠിത്തം കഴിയുന്നവരെ പക്ക ഒതുക്കമുള്ളൊരു സ്റ്റുഡൻറ്റ് ലൈഫ് വേണം നമ്മൾ ലീഡ് ചെയ്യാൻ. അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത്രയും നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് അതായത് ശാസ്ത്രങ്ങളും പുണ്യഗ്രന്ഥങ്ങളും പറയുന്ന പക്കായിട്ട് അനുസരിക്കുന്നതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്യൂറായിട്ട് വെജിറ്റേറിയൻ ആകണം. മനസ്സിലായോ? അതായത് വേദങ്ങളിൽ നിന്നും ഇതൊക്കെ കൃത്യമായി അറിയുന്ന എക്സ്പേർട്ടുകളിൽ നിന്ന് വേണം ഇത് പഠിക്കാൻ. അപ്പോൾ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ദി മണി ആൻഡ് അസറ്റ്. കലകൾ, സ്ഥലം, സ്വർണം, കന്നുകാലികൾ, കാശ്, വണ്ടികൾ, പിന്നെ നല്ല ഫ്രണ്ട്സ്, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടിയാണ് മണി ആൻഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ചോദ്യമാണ്, നമ്മൾ ഇതെവിടുന്ന് പഠിക്കും? മച്ചാനെ, ഇത് നമ്മൾ ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് പഠിക്കണം. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക്കായിട്ടുള്ള കാമം അഥവാ ദി പ്ലഷർ ആൻഡ് വൈബ് എന്ന് പറയും. ഓക്കെ, അതായത് നമുക്ക് 5 സെൻസറുണ്ട്. ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, സ്പർശനം. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, സ്പർശനം. 5 എണ്ണം. അപ്പോൾ ഈ 5 എണ്ണം 5 സെൻസർ വഴിയും മനസ്സും ആത്മാവും ചേർന്ന് ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു സെൻസ് ഓർഗനും അതിൻ്റെ ഒബ്ജക്റ്റും തമ്മിൽ ടച്ചാകുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആ പ്രത്യേക സുഖം അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്ങിനെയാണ്, അതാണ് കാമം. ഇനി നമുക്ക് ഇവിടെ നിന്നും, അതായത് നമുക്കിത് എവിടെ നിന്ന് പഠിക്കാന്നുള്ളത്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും പഠിക്കാം. അതുപോലെ തന്നെ ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ കണ്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി ഇത് 3, അതായത് എന്തൊക്കെയാണ്? ധർമ്മം, അർത്ഥം, കാമം. ഇവ ഒന്നിച്ച് വന്നാൽ ടോപ്പ് വാല്യൂ ധർമ്മത്തിനാണ്. മനസ്സിലായോ? ഒന്ന് നോക്കിയാൽ കാമത്തേക്കാൾ വാല്യൂ അർത്ഥത്തിനും, അർത്ഥത്തേക്കാൾ വാല്യൂ ധർമ്മത്തിനുമാണ്. ഒപ്പം സെൽഫ് കൺട്രോൾ, ശരീരത്തിനും മനസ്സിനും ദോഷം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. പിന്നെ ഈ ഭൂമിയിൽ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്നതും വിസിബിൾ റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്മാറുക.